വളരെയധികം ശിഷ്യഗണങ്ങളുള്ള ഒരു സൂഫി ഗുരു ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും. രാപ്പകൽ ഭേദമന്യേ ആളുകളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് നിറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ട് പലരും കവിതകളും പുസ്തകങ്ങളും എഴുതി. അലക്സാണ്ട്രിയ മുതൽ സമർഖന്ത് വരെ അദ്ദേഹത്തിൻ്റെ കീർത്തി വ്യാപിച്ചിരുന്നു. കാലഘട്ടത്തിലെ ഔലിയാക്കന്മാരെല്ലാം അദ്ദേഹമാണ് ഇന്ന് ലോകത്തിൻ്റെ കുത്തുബ് എന്ന് ഐക്യകണ്ഠേന പറയാറുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഷെയ്ഖും അദ്ദേഹം തന്നെയാണ് എന്ന് മഹാരഥന്മാർ സാക്ഷ്യം പറഞ്ഞു. ആ ഇടക്കാണ് ബുഖാറയിലെ സുൽത്താൻ അദ്ദേഹത്തെ സന്ദർശിച്ചത്. അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഗുരു പറഞ്ഞു, മനുഷ്യന്മാർക്കൊന്നും സത്യസന്ധതയില്ല. ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണ്. ആളുകളൊക്കെ ചിന്തിക്കുന്നത് അവർക്കൊക്കെ സത്യസന്ധതയുണ്ട് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവരൊക്കെ കപടന്മാരാണ്. എന്നാൽ സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി അവരുടെ ഉള്ളിലെ ആ കാപട്യത്തെ നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മുമ്പിൽ വരുന്ന ആളുകളും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്നെ ഫോളോ ചെയ്യുന്നവർ, എൻ്റെ ശരിയായ ശിഷ്യന്മാർ എന്ന് പറയാൻ പറ്റുന്നവർ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാജാവ് ചോദിച്ചു, ഓ ഷെയ്ഖ്, എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ മുമ്പിൽ വരുന്ന, നിങ്ങളുടെ അനുഗ്രഹം ആഗ്രഹിച്ചു വരുന്ന ശിഷ്യന്മാർ, അവരുടെ ഉള്ളിലും കാപ്പട്യമുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളെപ്പോലെയുള്ള ഭൗതികതയിൽ അഭിരമിക്കുന്ന രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ അവിടെയുള്ള സ്ഥാനങ്ങളും മറ്റു സുഖസൗകര്യങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് കപടന്മാരായ ആളുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാവും എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ആധ്യാത്മിക തലങ്ങളുടെ ഉന്നതങ്ങൾ കീഴടക്കിയ ആത്മീയ ലോകത്തിൻ്റെ ഛത്രാധിപതികളായ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ കപടന്മാരാണ്, സത്യസന്ധതയില്ലാത്തവരാണ് എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ് എന്നാണ് ഞങ്ങളൊക്കെ ധരിക്കുന്നത്. അവരുടെയൊക്കെ ഉള്ളിൽ കാപ്പട്യമുണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ചെറിയൊരു പരീക്ഷണം നടത്താം. എൻ്റെ കണക്ക് പ്രകാരം എന്നെ യഥാർത്ഥത്തിൽ അനുധാവനം ചെയ്യുന്നവർ, എൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ എന്ന് പറയുന്നത് 1.5 പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രാജാവിന് ആ ഷെയ്ഖ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. എങ്കിലും രാജാവ് ചോദിച്ചു, എന്ത് പരീക്ഷണമാണ് അത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് നടത്താൻ സാധിക്കുക? അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ എന്നെ മതനിന്ദയുടെ പേരിൽ അറസ്റ്റ് ചെയ്യണം. ശേഷം വളരെ നിന്ദ്യനായിക്കൊണ്ട് പാദരക്ഷകൾ അണിയിക്കാതെ അങ്ങാടിയിലൂടെ എന്നെ നടത്തണം. അവസാനം എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണം. അങ്ങനെ രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാർ ആ സൂഫി ഗുരുവിനെതിരെ മതനിന്ദ ആരോപിച്ചു. പലരും സൂഫി ഗുരുവിനെതിരെ പ്രസംഗിക്കാൻ തുടങ്ങി. ഗുരുവിൻ്റെ വീട്ടിൽ ആളുകൾ കുറയാൻ തുടങ്ങി. ഷെയ്ഖിനെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തു. ചെരുപ്പ് പോലും അണിയിക്കാതെ ഗുരുവിനെ അങ്ങാടിയിലൂടെ നടത്തി. അവസാനം ഇന്നാലിന്ന ദിവസം ഗുരുവിൻ്റെ വധശിക്ഷ നടപ്പാക്കപ്പെടും എന്ന് വിളംബരം ചെയ്തു. ഗുരുവിനെ കുറ്റക്കാരനായി അങ്ങാടികളിലൂടെ പട്ടാളക്കാർ കൊണ്ടു നടന്നപ്പോൾ മുമ്പ് ഗുരുവിൻ്റെ വീട്ടിൽ തടിച്ചുകൂടിയിരുന്ന ആളുകളെല്ലാം അവിടെയും തടിച്ചുകൂടിയിരുന്നു. പക്ഷേ ഒരാൾ പോലും മിണ്ടുന്നില്ല. രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാർ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് പറയാനാണ്? അവരൊക്കെ വലിയ അറിവുള്ള ആളുകളല്ലേ. അവർ പറഞ്ഞാൽ നാം അവരെയല്ല സ്വീകരിക്കേണ്ടത് എന്നായിരുന്നു അവരുടെ പക്ഷം. പക്ഷേ ഒരാൾ മാത്രം ആ വഴിയരികിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഗുരു നിരപരാധിയാണ്, അദ്ദേഹത്തെ വെറുതെ വിടണം. പക്ഷേ ആരും അയാളെ ശ്രദ്ധിച്ചില്ല. ഗുരുവും ചില പട്ടാളക്കാരും അയാളെ ഇടം കണ്ണിട്ട് നോക്കി. അവർ വീണ്ടും മുമ്പോട്ടേക്ക് നടന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഗുരുവിനെ കോടതിയിൽ ഹാജരാക്കി. അവിടെയും ആളുകൾ തടിച്ചുകൂടി. ആർക്കും ഒന്നും പറയാനില്ല. എന്നാൽ കൂട്ടത്തിൽ നിന്നൊരു ഫക്കീർ ജഡ്ജിയുടെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തോളൂ, ഇദ്ദേഹത്തെ വെറുതെ വിടൂ. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ മതനിന്ദയുടെ വാക്കുകൾ പറഞ്ഞത് ഞാനാണ്. എൻ്റെ വാക്കുകൾ എടുത്തുദ്ധരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് യഥാർത്ഥ കുറ്റക്കാരൻ ഞാനാണ്. എന്നെ അറസ്റ്റ് ചെയ്യൂ, എന്നെ വധിക്കൂ. പക്ഷേ കോടതിയിൽ ജഡ്ജി ആ ഫക്കീറിൻ്റെ വാക്ക് കേട്ട ഭാവം നടിച്ചില്ല. അങ്ങനെ അന്ന് രാത്രി ബുഖാറയിലെ രാജാവും ആ സൂഫി ഗുരുവും സംഗമിച്ചു. അവരുടെ സംസാരത്തിനിടയിൽ ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ 1.5 പേർ മാത്രമാണെന്ന്. ആദ്യം ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഞാൻ നിരപരാധിയാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, അയാളാണ് ഞാൻ പറഞ്ഞ പാതി മനുഷ്യൻ.
അയാൾ സത്യസന്ധനും നല്ലവനുമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അയാൾ ഒരു ഭീരുവുമാണ്. എന്നാൽ കോടതിയിൽ വന്നുകൊണ്ട് എനിക്ക് വേണ്ടി വാദിച്ചില്ലേ, അയാളുടെ ജീവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞില്ലേ, ആ വ്യക്തിയാണ് ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ. മൊത്തത്തിൽ നോക്കുമ്പോൾ 1.5 പേർ മാത്രം. ഇതാണ് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ടായേക്കാം, പക്ഷേ അവർക്കാർക്കും യഥാർത്ഥ ലക്ഷ്യബോധമില്ല. അവരൊക്കെ ലക്ഷ്യമാക്കുന്നത് ഒന്നുകിൽ ഭൗതികമായ സ്ഥാനമാനങ്ങളോ സുഖങ്ങളോ, അല്ലെങ്കിൽ അഭൗതികമായ സ്ഥാനമാനങ്ങളോ സുഖങ്ങളോ മാത്രമാണ്.